2026 ലോഗോസ് ക്വിസിൻ്റെ പഠനഭാഗമായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം സമരിയാക്കാരിയോട്. ചോദ്യം 2. എനിക്ക് ഭർത്താവില്ല എന്ന് സമരിയാക്കാരി ആരോടാണ് പറഞ്ഞത്? ഉത്തരം യേശുവിനോട്. ചോദ്യം 3. സമരിയാക്കാരി യേശുവിനോട് പ്രഭു എന്ന് വിളിച്ച് എന്ത് മനസ്സിലാക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം അങ്ങ് ഒരു പ്രവാചകനാണെന്ന്. ചോദ്യം 4. യഥാർത്ഥമായ ആരാധനാ സ്ഥലം എവിടെയാണെന്നാണ് സമരിയാക്കാരി യേശുവിനോട് പറയുന്നത്? ഉത്തരം ജെറുസലേമിൽ. ചോദ്യം 5. സമരിയാക്കാരിയോട് രക്ഷ ആരിൽ നിന്ന് ആണെന്നാണ് യേശു പറയുന്നത്? ഉത്തരം യഹൂദരിൽ നിന്ന്. ചോദ്യം 6. എങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്? ഉത്തരം ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്നവരെ. ചോദ്യം 7. ആര് വരുമെന്ന് എനിക്കറിയാമെന്നാണ് ആ സ്ത്രീ യേശുവിനോട് പറഞ്ഞത്? ഉത്തരം മിശിഹ ക്രിസ്തു. ചോദ്യം 8. തിരിച്ചെത്തിയ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഉത്തരം അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട്. ചോദ്യം 9. ആ സ്ത്രീ കുടം അവിടെ വച്ചിട്ട് ഏത് പട്ടണത്തിലേക്കാണ് പോയത്? ഉത്തരം സിക്കാർ. ചോദ്യം 10. ശിഷ്യന്മാർ യേശുവിനോട് റബ്ബി ഭക്ഷണം കഴിച്ചാലും എന്ന് അപേക്ഷിച്ചതിന് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ചോദ്യം 11. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തിരിക്കുമോ എന്ന് പരസ്പരം പറഞ്ഞത് ആര്? ഉത്തരം ശിഷ്യന്മാർ. ചോദ്യം 12. കൊയ്യുന്നവൻ എവിടേക്കുള്ള ഫലമാണ് ശേഖരിക്കുന്നത്? ഉത്തരം നിത്യജീവിതത്തിലേക്ക്. ചോദ്യം 13. ആരൊക്കെയാണ് ഒപ്പം സന്തോഷിക്കുന്നത്? ഉത്തരം വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും. ചോദ്യം 14. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്നത് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ചൊല്ല്. ചോദ്യം 15. പട്ടണത്തിലെ സമരിയാക്കാരോടൊത്ത് യേശു എത്ര ദിവസമാണ് താമസിച്ചത്? ഉത്തരം 2 ദിവസം. ചോദ്യം 16. അവൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും എന്താണ് ചെയ്തത്? ഉത്തരം അവനിൽ വിശ്വസിച്ചു. ചോദ്യം 17. സിക്കാർ പട്ടണത്തിലെ അവനിൽ വിശ്വസിച്ച സമരിയാക്കാർ എന്താണ് മനസ്സിലാക്കിയത്? ഉത്തരം യഥാർത്ഥത്തിൽ ഇവനാണ് ലോകരക്ഷകൻ. ചോദ്യം 18. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. അധ്യായം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യം.